റവ കേസരിയാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. റവ കേസരി ആക്കുന്നതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. റവ ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് നെയ്യ്, കാഷ്യൂനട്ട്, റൈസിൻസ്, ഏലക്ക പൊടിച്ചത്, പഞ്ചസാര, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. അപ്പോൾ നമുക്ക് റവ കേസരി ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി. ഇനി അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. റൈസിൻസും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന റവയൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ റവ ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ദേ ഈ കപ്പിന് 2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം റവ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ കപ്പിന് 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മധുരം കൂടുതൽ വേണമെന്നവർക്ക് കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത പഞ്ചസാര നല്ലപോലെ അലിഞ്ഞ് വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇനി ഇതിലേക്ക് ഞാൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ഡ്രോപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാൻ കളറിന് വേണ്ടി ജസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസിൻസും കാഷ്യൂനട്ടും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. താങ്ക് യു.